നിങ്ങളെ മുടിയൊന്നും പോയില്ല ഇവിടെ വന്നിട്ട് എനിക്കൊരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നേ. ഇതുപോലെ കുറെ മെസ്സേജസും വരാറുണ്ട്. മുടി കൊഴിച്ചിലുണ്ടോ, മുടി കൊഴിച്ചിൽ പ്രിവെന്റ് ചെയ്യാൻ എന്താ ചെയ്യുന്നത്, ഹെയർ കെയർ എങ്ങനെ ചെയ്യണമെന്നൊക്കെ ചോദിച്ചിട്ട് എനിക്ക് നോർമലായിട്ട് മുടി പോണ പോലെ പോണുള്ളൂ, അല്ലാണ്ട് ഭയങ്കര ഓവർ ആയിട്ടുള്ള ഹെയർഫോൾ ഇതുവരെ ഇവിടെ വന്നിട്ട് ടച്ച് വുഡ് ഉണ്ടായിട്ടില്ല. അത് ഞാൻ അത്യാവശ്യം ഹെയർ കെയർ ചെയ്യണോണ്ടായിരിക്കാം. ആഴ്ചയിൽ 2 പ്രാവശ്യം ഞാൻ എന്തെങ്കിലും ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യും. പിന്നെ ഇപ്പൊ ചെയ്യണ പോലെ ആഴ്ചയിൽ 2 പ്രാവശ്യം നന്നായിട്ട് ഹെയർ ഓയിലിംഗ് ചെയ്തിട്ട് നല്ലൊരു മസാജ് കൊടുത്തിട്ട് കുറച്ച് നേരം പിന്നെ അങ്ങനെ വെച്ചിട്ട് ഷാമ്പൂ കണ്ടീഷണറൊക്കെ ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്യും. അതിനുശേഷം ഹെയർ സെറം യൂസ് ചെയ്യും. അപ്പൊ ഇന്നൊരു ഹെയർ ഓയിലിംഗ് ആൻഡ് ഹെയർ വാഷിംഗ് ഡേ ആയിരുന്നു. അപ്പൊ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പണിയൊക്കെ കഴിഞ്ഞിട്ട് നന്നായിട്ട് തലയിൽ എണ്ണയൊക്കെ തേച്ച് പിടിപ്പിച്ച് വെച്ചു. പിന്നെ നേരെ കിച്ചണിൽ കയറിയിട്ട് ലഞ്ച് ഉണ്ടാക്കാനുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങി. ആദ്യം തന്നെ ചോറിനുള്ള അരിയൊക്കെ കുക്കറിലെടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് ചോറ് വെക്കാൻ വെച്ചു കേട്ടോ. കറികളൊക്കെ ഉണ്ടാക്കിയിട്ട് ചോറ് വെക്കാൻ മറന്നുപോയ ദിവസങ്ങളുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്നും ഞാൻ ആദ്യം ചോറ് വെച്ചിട്ടേ കറികളൊക്കെ ഉണ്ടാക്കുള്ളൂ. പിന്നെ ചോറിക്കുന്ന കൂട്ടാനൊന്നും ഉണ്ടാക്കുന്ന നോക്കിയപ്പോ മീനൊന്നുമില്ല. മീനൊക്കെ തീർന്നുണ്ടായിരുന്നു. മീൻ മാത്രമല്ല പച്ചക്കറികൾ ഏകദേശമൊക്കെ തീർന്നിരിക്കുക. ഇനിയിപ്പോ പെരുന്നാളിന്റെ ലീവാണല്ലോ 4 ദിവസം. അപ്പൊ വേണം മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ. ഏട്ടനാണെങ്കിൽ നോൺ വെജ് നിർബന്ധമാണ്. അപ്പൊ കാട വാങ്ങിച്ചതിനകത്ത് 2 പീസ് കാട ബാക്കി ഉണ്ടായിരുന്നു. അത് ഫ്രൈ ചെയ്യാന്ന് കരുതിയിട്ട് അത് ക്ലീൻ ചെയ്ത് മസാലയൊക്കെ തേച്ച് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചു. പിന്നെ പച്ചക്കറിയായിട്ട് 2-3 ബീട്രൂട്ടും ചെറിയൊരു കഷ്ണം മത്തനുമായിട്ട് ഉണ്ടായിരുന്നത്. അപ്പൊ മത്തനും പയറും എരിശ്ശേരിയും വെച്ചിട്ട് ബീട്രൂട്ട് തോരനും വെക്കാന്ന് കരുതി. അങ്ങനെ എരിശ്ശേരിക്കുള്ള മത്തനും പയറൊക്കെ വേഗം വേവിക്കാൻ വേണ്ടി വെച്ചു. അപ്പത്തേക്ക് ചോറ് റെഡി ആയിട്ടുണ്ടായിരുന്നു. അത് പിന്നെ വെള്ളം പോകാൻ വേണ്ടി ഊറ്റി വെച്ചു. എന്നിട്ട് കാട ഫ്രൈ ചെയ്യാൻ വേണ്ടി ഇട്ടോ. അതിനുശേഷം പിന്നെ ബീട്രൂട്ട് ചെറുതായിട്ട് കൊത്തി അരിഞ്ഞിട്ട് കുറച്ച് തേങ്ങയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം കൂടി ചാച്ച കൂടി ചേർത്തിട്ട് ബീട്രൂട്ട് തോരൻ റെഡിയാക്കി എടുത്തു. അപ്പത്തിനും നമ്മുടെ കാട ഫ്രൈയും റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് കടുക് പൊട്ടിച്ച് തേങ്ങയൊക്കെ വറുത്തതിനകത്തേക്ക് മത്തനും പയറും വേവിച്ചതും ചേർത്ത് കുറച്ച് തേങ്ങയുടെ അരപ്പോ കൂടി ഒഴിച്ചിട്ട് എരിശ്ശേരി റെഡിയാക്കി എടുത്തു. അപ്പൊ ചോറ്, ബീട്രൂട്ട് തോരൻ, മത്തനും പയറും, എരിശ്ശേരി, കാട ഫ്രൈ, ഇത്രയും വിഭവങ്ങളായിരുന്നു കേട്ടോ ഞങ്ങളുടെ ഉച്ചക്കത്തെ ഊണ്.